ഇന്ന് നമ്മൾ കേട്ട വചനം ഒരു വലിയ മുന്നറിയിപ്പാണ്. വളരെയധികം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതാണ്. അത് നമ്മളെ ഉത്സാഹിപ്പിക്കണം. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നമ്മളെക്കുറിച്ച് പത്രോസ് പറയുകയാണ്, നമ്മൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്, വിളിച്ച് വേർതിരിച്ചത് ദൈവമാണ്. അപ്പോൾ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ രാജകീയ പുരോഹിത വർഗം, നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് ആ വിളിക്ക് യോഗ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കണമെന്നാണ് പത്രോസ് അവിടെ നമ്മളോട് പറയുന്നത്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും, ദൈവത്തിന് വിശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പോൾ എല്ലാ രീതിയിലും നാം വിശുദ്ധി ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാകുന്നു. സ്വന്തം ജനമാകുമ്പം വേറൊരു വഴിയിലേക്ക് പോകാമോ? ഒരിക്കലും പാടില്ല. അപ്പൻ്റെ മകൻ അപ്പനെ പോലെ തന്നെ പോകണം, അതിനേക്കാൾ കുറയരുത്. പറ്റുമെങ്കിൽ അല്പം കൂടാം, കുറയരുത്. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ വിളിച്ചു. പക്ഷേ അന്ന് മലാഖി പ്രവാചകൻ പറയുമ്പോൾ പുറമേ എല്ലാം നന്നായി നടക്കുന്നു, പക്ഷേ അകമേ അങ്ങനെയല്ല. പുറമേ കാണുന്ന പോലെ അല്ല അകത്തും അകമേയും പുറമേയും ഒരേപോലെ ഇരിക്കണം. അവര് ദൈവത്തെ ഭയപ്പെട്ട് വിറച്ചു. സത്യമായ ഉപദേശം അവർക്കുണ്ടായിരുന്നു, തെറ്റില്ലായിരുന്നു അവരുടെ ഉപദേശത്തിന്. ഹൃദയ പരമാർത്ഥതയുള്ളവരായിരുന്നു. അനീതിയിൽ അവരെ രസിച്ചില്ല, പിന്തിരിച്ചു. അങ്ങനെയുള്ളൊരു ജനതയം ആണ് നമ്മൾ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നത്. പക്ഷേ അവിടെ എന്താണ് പറയുന്നത്? എല്ലാം നന്നായി ചെയ്യുന്നു, പക്ഷേ അകമേ നന്നായിരിക്കുന്നു. പക്ഷേ പുറമേ എല്ലാം നന്നായിരിക്കുന്നു, അകമേ അല്ല. പുറമേ എല്ലാം നന്നായിരിക്കുന്നു, പക്ഷേ അകമേ അല്ല. അകമേ നല്ലതല്ലെങ്കിൽ പുറത്ത് വെളി വരുന്നത് കാണിക്കുന്നത് മാത്രമാണ്. മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു ജീവിതത്തിലല്ല നമ്മൾ നടക്കേണ്ടത്. നമ്മൾ പുറമേ പറയുന്നത് തന്നെ അകത്തും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പുറമേ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ അകത്തും ആയിരിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് നടക്കാം. ഹൃദയപരമാർത്ഥത ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്ന എന്ന് പറഞ്ഞാൽ എന്നായിരിക്കട്ടെ, അല്ല ഇല്ല എന്ന് പറഞ്ഞാലോ ഇല്ല എന്ന് തന്നെ ആയിരിക്കട്ടെ. ഇതിൽ കൂടുതലല്ല ജാതികളിൽ നിന്ന് വരുന്നു. നമുക്ക്
അത് ജാതികളെ പോലെ ജീവിക്കാനല്ല, ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ് നമ്മൾ. ആ ആ ആ പദവിയിൽ നമ്മൾ ജീവിക്കണം. പുറപ്പാട് പുസ്തകം 32:26 യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യർ മുഴുവൻ കൂടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക പദവി കിട്ടി. കർത്താവിൻ്റെ സ്വന്തം ജനം, കർത്താവിന് വേണ്ടിയിട്ട് ആരാധനയിൽ ലീഡ് ചെയ്യാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു പ്രത്യേക പദവി അവിടെ കിട്ടി. അവിടെ നമ്മളിപ്പോൾ പറയുമ്പോൾ കർത്താവ് എൻ്റെ യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി ചെല്ലുവോ? ആ ചെല്ലാനുള്ള ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ ഭയത്തോടെ നമ്മൾ ആരാധിക്കണം. ഭയഭക്തിയോടെ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ളത് നമ്മൾ അറിയാതെ ഇരിക്കരുത്. ആ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുത്താണ് നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് ആ ഭയഭക്തിയോടെ നമ്മൾ അവനെ ആരാധിക്കണം. അബ്രാഹാമിനോട് അവൻ്റെ ഏകമകനെ യാഗമായി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഒട്ടും താമസിച്ചില്ല. നോക്കിയേ, 100 വയസ്സുള്ള അബ്രാഹാമിന് കിട്ടിയ മകന്, ഇപ്പോൾ മകന് ഏതാണ്ട് 10-20 വയസ്സ് പ്രായമുണ്ട്. അവനോട് പറയുന്നത് അവനെ കൊണ്ടുവന്ന് യാഗം കഴിക്കുക. അവിടുത്തെ ആ പ്രത്യേകത നമ്മൾ നോക്കണം. അപ്പനോട് പറഞ്ഞു അവനെ കൊണ്ടുപോയി യാഗം കഴിക്കാൻ. അമ്മയോട് ആ കാര്യം പറഞ്ഞാൽ സംഗതി ആകപ്പാടെ കൊഴിയും. അതുകൊണ്ട് അമ്മയോട് ആ കാര്യം പറയാനേ പോയില്ല. പറയാതെ അവൻ രാവിലെ തന്നെ മോനുമായിട്ട് പോവുകയാണ്, വിറക് എടുത്തുകൊണ്ട്. വിറകും തീയും, അന്ന് ഈ തീപ്പെട്ടിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീയും വിറകുമായിട്ട്, കത്തി തീയ് വിറക്, ഇത്രയും ആയിട്ട് അവർ പോകുമ്പോൾ നമ്മുടെ കൂട്ടൊക്കെയാ, ഈ 10-20 വയസ്സുള്ള പയ്യനാ, അവനൊരു സംശയം. അപ്പം നമ്മൾ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്. കത്തിയുണ്ട്. മൃഗം എന്തിയെ കൊല്ലാനായിട്ട്, യാഗം കഴിക്കാനായിട്ട്? ആടിനെ ഒന്നും നമ്മൾ എടുത്തില്ലല്ലോ. അപ്പം മറന്നുപോയതാണോ? ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചതാ. ഒരു പക്ഷേ അപ്പന് മറന്നതാണെങ്കിൽ, ഇല്ല മകനെ, അപ്പൻ ദൈവം കർത്താവ് നോക്കിക്കൊള്ളും. അതാണ് അബ്രാഹാമിൻ്റെ വിശ്വാസം. ദൈവം കൽപ്പിച്ചു, അവൻ ചെയ്തു. മകനെ പിടിച്ച്, 10-20 വയസ്സുള്ള ഒരു മകനെ പിടിച്ച് കൈയും കാലും കെട്ടി വിറകിന്മേൽ കിടത്തി. ആ മകൻ്റെ അനുസരണം എത്രമാത്രം ഉണ്ടായിരിക്കും അന്ന്. അപ്പോൾ അബ്രാഹാമിന് ഏതാണ്ട് ഒരു 120 വയസ്സ് പ്രായം കാണും. 120 വയസ്സുള്ള ഒരു വൃദ്ധൻ 20 വയസ്സുള്ള മകനെ കൈയും കാലും കെട്ടുമ്പോൾ ആ മകൻ എത്രമാത്രം അനുസരണമുള്ളവനായിരുന്നു. ഇസ്ഹാക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പനെ എത്രമാത്രം അനുസരിച്ചു. അവന് കുതറി എഴുന്നേറ്റ് അവനവിടുന്ന് പോകാം, അതിനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ അവൻ അപ്പനെ ബഹുമാനിച്ചു. നമുക്കൊത്തിരി പഠിക്കാനുണ്ട്. ഇസ്ഹാക്കിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വളരെ പഠിക്കാനുണ്ട്. അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ദൈവമാണ് ആവശ്യപ്പെട്ടത്, അനുസരിക്കുക. അതുകൊണ്ട് ഭാര്യയോട് പറയാതെ, പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൾ സമ്മതിക്കത്തില്ല, മോനെ കൊണ്ട് പോകുന്നു. ദൈവം നമ്മളോടൊരു കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യുന്നതിന് എത്ര തടസ്സം നമുക്കുണ്ട്, അല്ലെ എത്ര ഔത്സുക്യം നമുക്കുണ്ട്.
അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് നമുക്കത് പഠിക്കാനുള്ളതാണ്. വെറുതെ അല്ല അവന് വിശ്വാസികളുടെ പിതാവ് എന്നവനെ വിളിക്കാൻ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള അബ്രഹാമിന് അബ്രഹാമിന് ദൈവത്തിൻ്റെ വാക്കുകളെ അതുപോലെ അനുസരിക്കാൻ അവൻ തയ്യാറായി. ദൈവം അവനെ സകല വിശ്വാസികളുടെയും പിതാവാക്കി. വിശ്വാസികൾ പിന്നീടല്ലേ ഉണ്ടാകുന്നത്. ആ പിന്നീട് ഉണ്ടാകാനിരിക്കുന്ന സകല വിശ്വാസികളുടെയും പിതാവാക്കി ആ അബ്രഹാമിനെ ഉയർത്തി. അബ്രഹാമിനെ ദൈവം ഉയർത്തി. ആ ഉയർത്തിയ കർത്താവിനെ ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളത്. ആ ദൈവത്തിന് മാറ്റമില്ല. അപ്പോൾ ദൈവം നമ്മളോടൊരു കാര്യം കൽപ്പിച്ചാൽ, ആവശ്യപ്പെട്ടാൽ, നമ്മളത് ചെയ്യുന്നതിന് എത്രമാത്രം ഔത്സുക്യം നമ്മൾ കാണിക്കും. അബ്രഹാമിൻ്റെ അത്രയും കാണിക്കാൻ പറ്റിയില്ല, അതിനോട് അടുത്തെങ്കിലും കാണിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മളെന്താ മുന്നോട്ട് വന്നവരാണ്, അതിനേക്കാൾ അധികം കാണിക്കേണ്ടവരാണ് നമ്മൾ. നമുക്ക് നമ്മളെ തന്നെ അതിന് ശോധന ചെയ്ത് നോക്കാം. ആ ശോധന ചെയ്യാം. ആ ശോധന ചെയ്യുമ്പോൾ നമ്മൾ കുറവുള്ളവരായിട്ട് കാണാനിടയാകാതിരിക്കട്ടെ. ദൈവം നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കുന്നതിന് നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കാം, അതനുസരിക്കാം. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ദൈവത്തിന് പറയാനിടയാകണം. നമ്മുടെ പേര് പറഞ്ഞേച്ച് അവൻ എന്നെ ഭയപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൽ നിന്നാണല്ലോ ഭയം ഉണ്ടാകുന്നത്. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയം. നമ്മൾ അപ്പന്മാരെ അനുസരിക്കുന്ന സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയത്തിലായിരിക്കണം. അല്ലാതെ അപ്പൻ പറഞ്ഞതുകൊണ്ട് അങ്ങ് ചെയ്യുകയല്ല. അപ്പനോടുള്ള സ്നേഹത്തിൽ നിന്ന്, ആ ഉള്ള ഭയത്തിൽ നിന്ന്, പറഞ്ഞത് അപ്പനാണല്ലോ, ചെയ്യും. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഭയമാണോ നമ്മൾ കാണിക്കുന്നത് എന്ന് നമുക്ക് ശോധന ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഒരു ഭയത്തിലേക്ക് വരാനായിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കണം. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നു. ദൈവത്തോടുള്ള ഭയം അല്ലെങ്കിൽ ഭക്തി, അതാണ് നമ്മൾ ദോഷത്തെ വെറുക്കാനുള്ള കാര്യമായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ദോഷം വിട്ട് ഒഴിയുന്നു, ദോഷം വിട്ടൊഴിയുന്നു. നമുക്ക് അതിന് ഉത്സാഹിക്കണം. കർത്താവിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാനാണ് നമ്മളെ വിളിച്ചത്. കർത്താവ് നമുക്കൊരു മാതൃകയായിട്ട് നിൽപ്പുണ്ട്. യേശു നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു മാതൃകയാണ്. ആ മാതൃകയെ കണ്ടിട്ട് അവനെ പിൻപറ്റാനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് കീഴടക്കി കൊടുക്കാം. ഒരിക്കലും ഒരനീതിയിലേക്ക് പോകാനായിട്ട് ഇടയാകരുത്. യഹോവ ഭക്തി അനീതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു. യഹോവ ഭയം അനീതി ചെയ്യാതെ നമ്മളെ കാവൽ ചെയ്യുന്നു. ആ കാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം. ഈ കർത്താവിനെ പിൻപറ്റി പോകാനായിട്ട് നമ്മളെ താഴ്ത്തി കൊടുക്കാം. ഈ കർത്താവ് നല്ലവൻ, അവൻ ഏറ്റവും നല്ലവനാണ്. ദൈവമെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കാതിരുന്നാൽ, നന്ദി കാണിക്കാതിരുന്നാൽ, നമ്മളുടെ ഭക്തിയിൽ നമ്മൾ വ്യർത്ഥരായിത്തീരുന്നു. വ്യർത്ഥമായി തീരാൻ ഇടയാകരുത്. ഹൃദയത്തിലുള്ളത് ആണ് നമ്മൾ വെളിയിൽ കാണിക്കേണ്ടത്. അല്ലാതെ ഹൃദയത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് വെളി നമ്മൾ വേറൊരു കാര്യം
കാണിക്കരുത്. അതിനാണ് ഹൃദയ പരമാർത്ഥത എന്ന് പറയുന്നത്. അന്നത്തെ ജനങ്ങളിൽ സത്യോപദേശം ഉണ്ടായിരുന്നു. സത്യോപദേശം ഉണ്ടായിരുന്നു. നമ്മളിലും ഈ സത്യോപദേശം ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. നമ്മൾ ഒരിക്കലും വ്യാജം പറയുന്നവരെ ആയിത്തീരരുത്. നമുക്ക് വ്യാജത്തെ വെറുക്കുകയും സത്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. നമ്മൾ ഉത്സാഹിപ്പിക്കപ്പെടട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. മലാക്കിയിലെ പുരോഹിതരുടെ കാര്യം പറഞ്ഞാണ് പറയുന്നത്. അതുപോലെ പത്രോസിൻ്റെ വാക്യത്തിൽ, മലാക്കി മുമ്പ് പത്രോസിൻ്റെ ആ വാക്യം 1 പത്രോസ് 2:9 നമ്മുടെ തെരഞ്ഞെടുപ്പ് പറഞ്ഞു ചിത്തവംശവും രാജീയ ഗണവും എന്നാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പുരോഹിതരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നമുക്കുണ്ട്. ലേവി ഗോത്രത്തെയാണല്ലോ പുരോഹിതരായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത് ഈ വാക്യം അങ്ങനെ പുറപ്പാട് പുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു, പുറപ്പാടിലുണ്ട്. അപ്പം ആ തെരഞ്ഞെടുപ്പ് ലേവി ഗോത്രത്തെ പറ്റി ആവുമ്പോൾ അവരെ തിരഞ്ഞെടുത്തത് ബ്രദർ പറഞ്ഞ് അവരൊരു പ്രത്യേക നിലപാട്, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ അതിൻ്റെ പക്ഷത്ത് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതിനനുസരിച്ച് അവർക്ക് കൊടുത്തൊരു വലിയ അവകാശം തന്നെ പ്രതിഫലം. ഇനി മുതൽ നിങ്ങൾ എൻ്റെ ആലയത്തിൽ സേവകരായിരിക്കും. ഇത് നമ്മളോട് അങ്ങനെ തന്നെ പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ ആലയത്തിൽ അതിവിശ്വസ സ്ഥലത്ത് കടന്നു എന്ന് ബലികർപ്പിക്കാൻ നമ്മളെ യോഗ്യരാക്കി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് താനും, അങ്ങനെ സംശയമൊന്നും വേണ്ട. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു നിയമം കൂടെ ഉണ്ടായിരുന്നു. അവരങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ദൈവം അവർക്ക് അവകാശമൊന്നും കൊടുത്തില്ല. അതായത് ഇസ്രായേൽ ഗോത്രത്തിനിടയിൽ അവർക്ക് അവകാശമൊന്നുമില്ല. 10 വിഭജിച്ചു. 11ാമത്തത് മനാശയും എഫ്രായിമുമായിട്ട് അർത്ഥഗോത്രങ്ങളെ വിഭജിച്ചു. അങ്ങനെ 11 വീതമാണ്. അപ്പം 12ാമത്തെ വീതം കിട്ടേണ്ട ലേവിക്ക് വീതമൊന്നുമില്ല. അപ്പോൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കുള്ള അവകാശം ഞാനാണ്. നിങ്ങളൊന്നിനെപ്പറ്റിയും ആ രീതിയിൽ ഈ ലോകത്തിലെ കാര്യങ്ങളിലേക്ക് അങ്ങനെ തീവ്രമായിട്ട് ഇടപെട്ട് നിങ്ങളുടെ ഈ പദവിയെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങളതിനെ ഗൗരവമില്ലാത്തവരാക്കരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മളൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഭൂമിയിലെ കാര്യം തന്നെയാണ് നമുക്ക് ആദ്യത്തെ ചിന്ത. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവിക ചിന്തയിലേക്ക് വരണം എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുള്ളതിൻ്റെ ഒരു അടയാളം പറഞ്ഞു. അതിവിടെ സുഭാഷിതത്തിലെ പുസ്തകത്തിൽ 8ന്റെ 13ാം വാക്യത്തിൽ, അതായത് പാപത്തെ വെറുക്കുന്നവനാണ് ദൈവത്തെ ഭയപ്പെടുന്നത്, പാപത്തെ വെറുക്കുന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല. അപ്പോൾ ആദ്യത്തെ അടയാളം അത് തന്നെയാണ്. ദൈവഭയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഭയത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഭീതിദായകനായ ദൈവം എന്ന് പറഞ്ഞാൽ ഭയം വിതയ്ക്കുന്ന ദൈവം എന്ന് തന്നെയാണ് പഴയ ദൈവത്തിൽ പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്നങ്ങനെ ദൈവത്തെ കാണുന്നില്ല. നമ്മുടെ പിതാവ് എന്നുള്ള ആ രീതിയിൽ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ നമുക്കങ്ങനെ ഭയവും തോന്നാറില്ല. അല്ലെ, ഇംഗ്ലീഷ് പേര് റെവറൻസ്, അല്ലെ, ബഹുമാനത്തോടു കൂടിയ ഭയം. അതൊന്നും നമുക്ക് അങ്ങനെ വലിയ നമ്മുടെ സ്വന്തം ദൈവം, അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, അങ്ങനെ വലിയ ബഹുമാനം കൊടുക്കണ്ട, നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നാലേ ദൈവം സ്വർഗത്തിലും നമ്മൾ ഭൂമിയിലും വന്നുള്ള കാര്യം നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കാര്യം തിരിച്ചറിയണം. നമ്മളെ സ്നേഹിച്ച ദൈവം, നമ്മളെ രക്ഷിച്ച ദൈവം. അത് അപ്പോൾ ആ കാര്യത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മളെ എത്രമാത്രം ദൈവത്തെ ഭയപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ രാജകീയ പുരോഹിത രാജകീയ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും അല്ലേ വർഗം. അപ്പോൾ അങ്ങനെ ഒരു യോഗ്യതയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ നെഞ്ചൊക്കെ വിരിച്ച് നമ്മളതിനെ അങ്ങനെ സ്വീകരിക്കുന്നത്. അപ്പോൾ എന്നാൽ എന്തുകൊണ്ട് ഭയപ്പെടണം എന്നുള്ള കാര്യം അതിലൂടെ നമ്മൾ അത്രയും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഗൗരവമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് ആ കാര്യത്തിന് ഗൗരവം വരും. അത് ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തതാണ്. ഈ കാര്യത്തെപ്പറ്റി പറയുമ്പോഴേ, നീ ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടന്ന് നിന്നെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് നിന്നെ ഇപ്പം നിർത്തിയിരിക്കുക. ഇത് ഒരു പഴയ നിയമത്തിലെ ഒരു വാക്യമാണല്ലോ, ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിർത്തിയിരിക്കുന്ന നീ ആരായിരുന്നു? നീ പാപത്തിലായിരുന്നു. നിൻ്റെ ഉടുപ്പ് മുഴുവൻ കടും ചുവപ്പായിരുന്നു, രക്തം പുരണ്ടതായിരുന്നു. അല്ലെ, പാപത്തിൻ്റെ എല്ലാ
കാര്യങ്ങളിലും പെട്ട് നീ നശിച്ചവനായിരുന്നു. അപ്പോൾ അവിടുന്നാണ് നിന്നെ തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ പദവി തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് നിൽക്കാൻ നമ്മളുടെ ആഗ്രഹം നമ്മളതിനകത്ത് വെക്കുന്നു. ദൈവം ആഗ്രഹിച്ചത് നമ്മൾ അംഗീകരിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പദവി തന്നു. ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മളെ എവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്തിച്ചേരേണ്ടത് അവൻ്റെ സന്നിധിയിലാണ്. അപ്പോൾ നമ്മൾ ഞാൻ വിഷയത്തിൽ വിടുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഭയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു വന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ എത്തിച്ചേരാനുള്ള സ്ഥലത്തെപ്പറ്റി പറയുമ്പോഴേ നമ്മൾ 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ എപ്പോഴും ഓർക്കും. നമ്മൾ ഒരു ദിവസം അവനെ പോലെ ആവും, അവനായിരിക്കുന്ന പോലെ നമ്മൾ അവനെ കാണും. അപ്പോൾ ഇതൊക്കെ ഒരു നിസാരമായിട്ട് അങ്ങനെ സംഭവിക്കുന്നൊരു കാര്യം പോലെ നമ്മളൊക്കെ വായിച്ചു കൊടുത്തിട്ടുണ്ട്. വചനത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി ചിന്തിക്കാത്തതുകൊണ്ട് എന്ന് ഞാൻ പറയുമ്പോഴേ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനങ്ങനെ ചിന്തിക്കാതെ ഇരുന്നൊരു സമയമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയിത്തീരും എന്ന് പറയുമ്പോഴേ അപ്പോൾ നമ്മളെത്ര ദൈവത്തെ ഭയപ്പെട്ട് വേണം ഇനി ജീവിക്കാൻ ഈ ഭൂമിയിൽ. നമ്മുടെ രക്ഷയുടെ തുടർമാനം രക്ഷ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. വർത്തമാനത്തിൽ അനുഭവിക്കുന്ന രക്ഷ അനുഭവിച്ചാൽ ഭാവി വരാനിരിക്കുന്ന കാലത്തെ ആ രക്ഷ നമ്മൾ പൂർണ്ണമായിട്ട് അനുഭവിക്കുള്ളൂ. ആ കാര്യമാണല്ലോ കർത്താവിനോടുകൂടി ആയിരിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത്. കർത്താവ് വരും, എന്നെ അവൻ എടുക്കപ്പെടും, ഞാൻ അവനോടുകൂടി ആയിരിക്കും, അവനോട് വാഴും. അപ്പം രാജാവായിട്ട് തന്നെ വാഴേണ്ട ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ പുരോഗതി വൃത്തി ചെയ്യും, അന്ന് രാജാവ് കൂടെ ആകേണ്ടതാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ ചിന്തിക്കുമെങ്കിൽ നമുക്ക് എത്രമാത്രം ദൈവത്തെ ഭയപ്പെടേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ടെന്ന കാര്യം നമുക്ക് ഓർമ്മ വരും. നമ്മുടെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ ഒന്നുമില്ല, സാരമില്ല, അതൊക്കെ നിസ്സാരമായൊരു കാര്യമാണ്. നമുക്കിനി കിട്ടാനുള്ള നന്മയെപ്പറ്റി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നന്മയിൽ കുറവുണ്ടെങ്കിൽ അത് ചോദിച്ച് മേടിക്കാനും കിട്ടാനുള്ള നന്മയെപ്പറ്റി ഭൗതികമായ നന്മകളെ പറ്റിയൊക്കെ നമുക്ക് വാചാലമായിട്ട് പ്രസംഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ജീവിതം നയിച്ചു പോകാം. എന്നാലേ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ എന്തിന് ദൈവത്തെ ഭയപ്പെടണം. കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ ദൈവത്തെ ഇന്ന് ഭയപ്പെടാതിരിക്കാൻ ഒക്കുകയില്ല. കാരണം ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, ആ ഭയം ആരോഗ്യപരമായ ഭയം. അതുകൊണ്ട് ഭയപ്പെട്ട് നമ്മളങ്ങ് ഒളിച്ചു ഇടുക എന്നുള്ള അർത്ഥമില്ല. ആ ഭയത്തെപ്പറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളായിത്തീരേണ്ടത് ആരാണെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഭയത്തോടെ ഈ പ്രവാസകാലം മുഴുവൻ കഴിക്കാൻ കഴിയുള്ളൂ. പത്രോസ് കാര്യത്തെ പറ്റി പറയുന്നുണ്ട്, ഭയത്തോടും പ്രേരണയോടും കൂടി നിങ്ങളുടെ ഈ പ്രവാസകാലങ്ങൾ കഴിക്കും. അപ്പോൾ ഇന്ന് കേട്ട വചനത്തിൻ്റെ ഈ ഭയത്തെപ്പറ്റി, ദൈവിക ഭയത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഭയം ഉണ്ടായിരിക്കേണ്ട കാര്യമുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ആരായിരുന്നുവെന്നും ഇപ്പോൾ നമ്മൾ എന്തായിരിക്കുന്നുവെന്നും ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന പദവി എന്താണെന്ന് ഓർക്കുമ്പോൾ ഭയത്തോടുകൂടി തന്നെ വേണം ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ. സർവീസുകളൊക്കെ ചെയ്തുകൊണ്ടില്ല, അവർ ചെയ്യുക സർവീസ് കാലത്ത് കുറച്ച് മര്യാദയൊക്കെ ചെയ്യും. കാരണം പ്രൊമോഷൻ കിട്ടേണ്ടതാണ്. പ്രൊമോഷൻ എന്തെങ്കിലും മേലധികാരിക്കെതിരെയൊക്കെ എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്താലേ പ്രൊമോഷൻ കിട്ടാതെ പോകും. അല്ലെ അവന് പിണക്കമുണ്ടായാൽ എന്ത് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഭയത്തോടുകൂടി നമ്മൾ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ കുറച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയല്ല ഇവിടെ ദൈവമായ ഈ സർവീസും ദൈവമായിട്ടുള്ള ബന്ധം തടിക്കാനൊരു കാര്യമില്ല. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു മാത്രം. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് നമ്മൾ ഭൂമിയിലായിരിക്കേണ്ട കാര്യത്തെപ്പറ്റി നമ്മൾ കേട്ടു. നമ്മളതിൻ്റെ ഗൗരവത്തെ ആദ്യത്തിൽ തന്നെ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ലേവ്യർ തിരഞ്ഞെടുത്ത കാര്യത്തെപ്പറ്റി പറഞ്ഞല്ലോ, അവർക്ക് ഒരു പ്രതിഫലം അവർ വാഗ്ദാനം ചെയ്തു, ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവത്തിൻ്റെ ഭാഗത്തൊരു തീരുമാനം എടുത്തപ്പോൾ ചെറിയ തീരുമാനമല്ല, അതൊരു വില കൊടുത്തൊരു തീരുമാനം തന്നെയാണ്. എൻ്റെ ഭാഗത്ത് ആരുണ്ട് നിൽക്കാണെന്ന് ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പോകാനായിട്ട് അവർക്ക് തന്നെ അറിയാം മുന്നിൽ നിൽക്കുന്ന കാര്യം വാളെടുത്ത് സ്വന്തം സഹോദരന്മാരെ വെട്ടുക എന്ന കാര്യം തന്നെയാണ് അവർക്ക് ചെയ്യേണ്ടിയിരുന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് എങ്കിൽ തന്നെയും സഹോദരന്മാരെ നഷ്ടപ്പെടുത്തിയാലും ദൈവത്തെ ഞാൻ ഈ കാര്യത്തിൽ അത് അനുസരിക്കും എന്ന തീരുമാനം. അതുകൊണ്ട് അവർക്ക് ആ പ്രതിഫലം ലഭിച്ചു. നമുക്കും ഇന്ന് പുതിയ നിയമത്തിലുള്ള ആ നിയമം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന അങ്ങനെ തന്നെയാണല്ലോ. എല്ലാം ഉപേക്ഷിക്കുമെങ്കിൽ സ്വത്ത്, സഹോദരർ, ലൂക്കാസുസരിച്ച് ഭാര്യയും എന്ന് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിക്കാന്ന് പറയുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കേണ്ടതിനായിട്ട്, ദൈവത്തിന് എതിരെ നിൽക്കാതിരിക്കേണ്ടതിനായിട്ട് ഇവരെയൊക്കെ ഉപേക്ഷിക്കണമോ ആ നിലയിൽ ഉപേക്ഷിച്ചിട്ട് ചെല്ലുന്നവർക്കാണ് ആ പ്രതിഫലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഫലം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിഫലം നമ്മൾ പ്രാപിക്കേണ്ടതിനായിട്ട് നമ്മളെ എത്രമാത്രം ഉത്സുകരായിരിക്കണം എന്ന കാര്യം നമുക്ക് നോക്കാം. അതുപോലെ വേറെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി കാര്യം പറയാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്, വ്യാജഭാവമില്ലായിരുന്നു, ഹൃദയപരമാർത്ഥതയോടുകൂടി ദൈവത്തിൻ്റെ മുന്നിൽ സത്യസന്ധതയോടുകൂടി പെരുമാറി. ഇതൊക്കെ നമ്മളെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. നമ്മളെ സത്യസന്ധതയെപ്പറ്റി നമുക്ക് പരിശോധിക്കാം, നമ്മളെത്ര സത്യസന്ധരാണെന്നുള്ള കാര്യം. പലപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ പോലെ വാക്കുകളിലൊക്കെ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണെന്നൊക്കെ പറയുകയും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഭയത്തെ വെച്ചറിയിക്കുന്ന ഒരു ഭാഗത്ത് വരുമ്പോൾ ഞാൻ അതിനെ തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും ചെയ്യും. ഞാൻ നുണ പറഞ്ഞില്ലെന്ന് പറയുമ്പോഴും വമ്പ് പറയുന്നൊരു ഭാഗത്തേക്ക് ഞാൻ വരും. അതൊരു നുണ തന്നെയായിരിക്കും പലപ്പോഴും. ഞാനൊരു വമ്പ് ദൈവത്തിനെതിരെ ഒരു വമ്പ് പറയുകയാണെങ്കിൽ ഞാൻ നുണ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ സത്യസന്ധരായിരിക്കേണ്ടതുണ്ട്. സത്യസന്ധത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആഴത്തിൽ നമുക്ക് ആ കാര്യങ്ങളെപ്പറ്റി അറിയാം. എത്ര സത്യസന്ധത, എന്ത് കാര്യത്തിലാണ് സത്യസന്ധത വേണ്ടത്, എല്ലാ കാര്യത്തിലും വേണം. നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട്, പണത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ ഉള്ള സത്യസന്ധത നമ്മളാലാവുന്ന മുതലേ പറ്റൂ. ഒരാളിപ്പോൾ ചെയ്യുന്ന 100% കൃത്യമായിട്ട് ചെയ്തെങ്കിൽ എനിക്കൊരു പക്ഷേ 100% ചെയ്യാനുള്ള പ്രാപ്തി എനിക്ക് കാണില്ല. ഒരു ശരീരമായിട്ടോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഞാൻ എന്നാൽ കഴിയുന്നത്, ദൈവം അത് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മളാൽ കഴിയുന്നതല്ല, ദൈവം എങ്ങനെ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ ആ ശക്തിക്ക് അനുസരിച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ സത്യസന്ധമായിട്ട് ചെയ്യും. അപ്പോൾ നമുക്കങ്ങനെ സത്യസന്ധരായിരിക്കാവുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ഓർപ്പിക്കും. അപ്പോൾ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ അതിന് നീട്ടുന്നില്ല. നമ്മൾ ഇന്നൊരു കർത്തൃമേശയിൽ സംബന്ധിക്കാനായിട്ട് നമ്മളിന്ന് പോവുകയാണ്. ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഈ കർത്തൃമേശ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ആരായിരുന്നു എന്ന കാര്യത്തെപ്പറ്റി, അവിടെ ഞാനിപ്പോൾ എന്തായിരിക്കുന്ന കാര്യത്തെപ്പറ്റിയുള്ള എൻ്റെ ഓർമ്മപ്പെടലാണ്. അതായത് ഞാൻ ഉദ്ഘോഷിക്കുന്നു, എന്നെ അവൻ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ പാപിയായിരുന്നു, പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് അവൻ്റെ രാജ്യത്തിൽ എന്നെ ആക്കിയിരിക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി എനിക്കുള്ള ബോധ്യം ഞാൻ അവർക്ക് പ്രഘോഷിക്കുന്നതാണ് കർത്തൃമേശ ശുശ്രൂഷകൾ നാം ചെയ്യുന്നത്. അപ്പോൾ അതിലപ്പുറമായിട്ടൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അതിനപ്പുറമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. അതേപ്പറ്റി ഞാൻ ഗൗരവമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഓരോ സഭകളുടെയും പഠനമാണ്, അങ്ങനെ തന്നെ പോട്ടത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രക്ഷിച്ചൊരു ദൈവത്തെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ആ കാര്യം ഓർക്കുന്നു. അപ്പോൾ അത് സത്യസന്ധതയോടുകൂടി നമ്മൾ ഈ കാര്യം ചെയ്യാമെന്നുള്ളത് സത്യസന്ധത തന്നെയാണ് ഇവിടെയും പ്രശ്നം. അപ്പോൾ സത്യസന്ധതയോടുകൂടി നമ്മൾ ആ കാര്യം ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിലുണ്ട്. സത്യസന്ധത മതി. ഞാൻ തെറ്റായി പാപിയായിരുന്നു എന്ന കാര്യം ഇന്നും ഞാൻ ഒരുപക്ഷെ പാപം ചെയ്തിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും കാര്യത്തിൽ, അറിഞ്ഞോ അറിയാതെ വാക്കുകൊണ്ടോ ചെറിയ പ്രവൃത്തിയുണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടോ. അപ്പോൾ ഇത് ഏറ്റു പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അത് ഏറ്റുവരാനും മധ്യസ്ഥനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ മധ്യസ്ഥൻ ഉള്ളത് കൊണ്ട് നമ്മൾ റോമലേഖനത്തിൽ പറയുന്ന പോലെ കൃപ ലോകത്തേക്ക് അയച്ചുകൊണ്ട് ഇനി പാപം ചെയ്യാവുന്നതാണോ? അല്ല. അപ്പോൾ മധ്യസ്ഥനുള്ളതുകൊണ്ട് എന്നാ വേണമെങ്കിലും ചെന്ന് കർത്തൃമേശയുടെ അന്ന് ഏറ്റു പറയുന്ന ഒരു ദിവസമല്ല, ഞായറാഴ്ച ഏറ്റു പറയുന്ന ദിവസമൊക്കെ മാറ്റി ബാക്കി 6 ദിവസം നമ്മുടെ ഇഷ്ടത്തിന് എന്നുള്ള രീതിയല്ലല്ലോ. നമുക്ക് ആ കാര്യത്തെപ്പറ്റി എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോഴെന്നാലേ നമുക്ക് കടന്നു ചെല്ലാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ അതിവിശിഷ്ട സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ യോഗ്യതയോടെ നമ്മൾ പാലിക്കാനായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കേൾവിയും അതിൻ്റെ അനുസരണവും നമ്മളെ ആ യോഗ്യതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് കേട്ട കാര്യങ്ങൾ ഇന്നൊരു ഭാഗം, ഇന്ന് കേട്ട കാര്യങ്ങളെപ്പറ്റി 5-6 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഭയത്തെപ്പറ്റി, ദൈവത്തോടുള്ള ഭയം, രണ്ടാമത് സത്യസന്ധതയെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മളുടെ യോഗ്യതയെപ്പറ്റി പറഞ്ഞു. നമുക്കെങ്ങനെ ദൈവത്തോടുള്ള ഭയം ഉണ്ടായിരിക്കേണ്ടതെന്ന് നമ്മൾ യോഗ്യരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള രക്ഷ അനുഭവിക്കാനിടയായി. അപ്പോൾ ഈ രക്ഷ ദൈവഭയത്തിൽ നിന്നുകൊണ്ട് നഷ്ടപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ദിവസത്തിനായിട്ട് നമുക്ക് പാടുക. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് നമുക്ക് വയ്ക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ രക്ഷയെ നമുക്ക് അതിനുള്ള വിലയെ ഒന്നുകൂടെ ഓർക്കാം. ഭയത്തോടുകൂടി നമുക്ക് ഈ ഭൂമിയിലായിരിക്കാം. ദൈവം നമ്മെ കാര്യത്തിൽ സഹായിക്കട്ടെ. ആമേൻ. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ പുനർദൈവത്തോടെ സ്തുതിക്കുന്നു. നമ്മൾ ആദ്യം പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള ആ വാക്യം, വളരെ ഹൃദ്യമായിട്ടുള്ളൊരു വാക്യം നമ്മൾ ആദ്യം കണ്ടല്ലോ. നമ്മളെ ദൈവം രാജകീയ പുരോഹിത വർഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ പത്രോസിലേക്കൊന്ന് പോകുമ്പം പത്രോസ് അപ്പോസ്തലൻ, പത്രോസ് വെറും മുക്കുവനായിരുന്നു. പത്രോസിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പത്രോസ് ആ ദൈവവചനത്തിൻ്റെ ആ മർമ്മം എത്ര വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് അവിടെ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അതിനെ അവർ വെച്ചിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, നമ്മളെ തിരഞ്ഞെടുത്ത ഒരു ചോസൻ റേസ്, തിരഞ്ഞെടുത്ത ഒരു ജാതിയായിട്ട്. പിന്നെന്താ നമ്മൾ വായിക്കുന്നേ? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. നമ്മളെ കർത്താവിൻ്റെ ഓൺ പ്രഷ്യസ് പൊസഷനാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലുള്ള എല്ലാ കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് കുറച്ച് പേരെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വലിയൊരു അഭിമാനാർഹമായ ഒരു കാര്യമായിട്ട് നമ്മൾ അത് കരുതും.
എന്നാൽ സർവ്വത്തെയും സൃഷ്ടിച്ചവനായ ദൈവം നമുക്ക് ദൈവം തന്നിട്ടുള്ള വലിയൊരു പദവിയെക്കുറിച്ച് നമ്മൾ പാടിയപ്പോൾ അത് പാടി, അടിയാനും തിരിച്ചറിയുവാൻ അപ്പനെയും ബുദ്ധിയെ തെളിയിക്കുക, നിന്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ പദവികളും അടിയനും തിരിച്ചറിയാനായിട്ട് കർത്താവേ, വലിയൊരു പദവി നമ്മളെ വലിയൊരു, ഇപ്പോൾ IAS സെലക്ഷൻ കിട്ടി, അല്ലെങ്കിൽ IPS IFS സെലക്ഷൻ കിട്ടിയ ആൾക്കാർക്ക് വലിയൊരു അഭിമാനത്തോടെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ലഡു ഒക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിലും പിന്നെ പത്രത്തിലൊക്കെ വരും. അതുപോലെ വലിയൊരു പദവിയിലേക്ക്, വലിയൊരു ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ലോകത്തിൻ്റെതായ പദവികൾ. ശരിയാണ്, അതൊരു തൽക്കാലത്തേക്ക് കുറച്ചൊരു നാളത്തേക്കായിട്ട് ചില പദവികൾ, ചില പൊസിഷൻസ്. എന്നാൽ സർവശക്തനായ ദൈവം, സേനാനായകനായിട്ടുള്ള കർത്താവ്, നമ്മൾ ഇന്ന് ആ പാട്ടിൽ പാടി, വാഴ്ത്തിയിടുമേ സേനാനായകൻ എന്ന് പറഞ്ഞാൽ കമാൻഡർ ഓഫ് ദ ആർമി. ആ ഒരു സൈന്യങ്ങളുടെ യഹോവയായ ആ ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ സൈന്യാധിപനായിട്ടുള്ള കർത്താവ്, സൈന്യാധിപൻ, സേനയിനധിപൻ, രാജനിൽ അതിയായി എന്നൊക്കെ നമ്മൾ ചില പാട്ടിൽ നമ്മൾ വീണ്ടും പാടുന്നത് പോലെ. അപ്പം ആ സൈന്യാധിപൻ, ഇപ്പം മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങൾ, ഗ്രഫിലും മിലിറ്ററിയിലും എയർഫോഴ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ സേനാനായകൻ, കമാൻഡർ ഓഫ് ദി ആർമി, അതിൻ്റെ ആ പ്രസിഡന്റ്, അതിൻ്റെ ഇൻചാർജ്, വലിയൊരു പൊസിഷൻ, പ്രസിഡന്റ് ഗോൾഡ് മെഡലിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ രാഷ്ട്രപതി ജനുവരി 26 റിപ്പബ്ലിക് ദിനം വരുമ്പോഴത്തേക്കും ഇന്നൊരു പദവിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പം അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള കാര്യം. ശരിയാണ്, ലോകപ്രകാരം നോക്കുമ്പോൾ അത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. എന്നാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ ഒരു രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുമ്പോൾ, എന്തോ വർഗം നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നത്, എന്ത് വർഗം, ഇതിലിപ്പോൾ വലിയ അതിശയം എന്തായിരിക്കുന്നത്? അങ്ങനെ ആ ഒരു ലാഘബുദ്ധിയോടാണോ നമ്മൾ എടുത്തിരിക്കുന്നത്? അതോ നമ്മളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കണം? അതാ എഫേസ്യർ 1:17-18 വാക്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിനായിട്ട്, ആ ഒരു ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, അവിടുത്തെ വലിയ വിളിയുടെ പ്രത്യാശ ഇന്നതെന്ന് അറിയേണ്ടതിനായിട്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മൾ വചനം വായിക്കുന്നു, എന്നാൽ അപ്പനെ ബുദ്ധിയെ തെളിക്കുക, നമ്മളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ, ഹൃദയം എന്നുള്ള പദം അവിടെ ആത്മാവിനെ കുറിക്കുന്ന പദമായിട്ട്, അവിടെ ആത്മാവിനൊരു വെളിപ്പാടായിട്ട് ഈ കാര്യങ്ങൾ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു പൗരോഹിത്യത്തിൻ്റെ കാര്യമൊക്കെ നമ്മളിന്ന് വായിച്ച് ഇന്ന് കേട്ടുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു പദവി അന്ന് പഴയ ഉടമ്പടിയിലായിരുന്നെങ്കിൽ പുരോഹിതന്മാരായിരിക്കണമെങ്കിൽ ലേവ്യ ഗോത്രത്തിൽ ജനിക്കണം. അതും സഹോദരന്മാർക്ക് മാത്രമേ പുരോഹിതന്മാരാവാനൊക്കെ ഉള്ളായിരുന്നു. അതും അവർക്ക് ഊനമില്ലാത്തവർ, വളരെ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ കർത്താവ് രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ നമ്മളെ രാജാവും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് യേശുവിന് മാത്രം റിസേർവ്ഡ് ആയിട്ട്, അതുവരെയും യേശുവിനെ മാത്രം റിസേർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. യേശുവിന് മാത്രം റിസർവ് ചെയ്യപ്പെട്ടുള്ള ഒരു പദവിയായിരുന്നു രാജാവും പുരോഹിതനുമായിരിക്കുന്ന ഒരു അവസ്ഥ. യേശുവിൻ്റെ ഒരു നിഴലായിട്ട്, ഒരു പ്രതിരൂപമായിട്ട് മെൽക്കിസേദെക്കിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി 14 അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ശാലേം രാജാവ് അവിടുന്ന് ദൈവത്തിൻ്റെ പുരോഹിതനായിട്ട് ആ ഒരു കാര്യം നമ്മളവിടെ ഉൽപ്പത്തി 14 അധ്യായത്തിൽ എബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് യേശുവിനെ കുറിച്ചുള്ള ഒരു നിഴലായിരുന്നു. അത് നമ്മൾ എബ്രായർ 7 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ രാജാവും പുരോഹിതനുമായിരിക്കുവാൻ ഇസ്രായേലിൽ ആർക്കെങ്കിലും സാധിച്ചോ? ശൗൽ അതിനുവേണ്ടി ശ്രമിച്ചേ അല്ലേ? ശൗൽ രാജാവായിരുന്നു, എന്നാൽ പുരോഹിതന്റെ ജോലി കൂടെ ചെയ്യാൻ നോക്കി, അപ്പോഴത്തേക്കും ദൈവം തള്ളിക്കളഞ്ഞു. എന്നാൽ യേശുവാണ് രാജാവും പുരോഹിതനുമായിട്ട് യഥാർത്ഥത്തിൽ വന്നവനായിട്ടുള്ളത്. ആ യേശു മൽക്കിസേദെക്കിന് ഇപ്പം ലേവ്യ പൗരോഹിത്യമായിരുന്നു പഴയ നിയമത്തിലെങ്കിൽ അതിനെക്കാട്ടിലും എല്ലാ ഉന്നതമായിട്ടുള്ള, നമ്മളെ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മളിവിടെ എബ്രായ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 7 അധ്യായത്തിൽ അവിടെ ജഡപ്രകാരമുള്ള പല കാര്യങ്ങൾ, ശരീരപ്രകാരമുള്ള പല കാര്യങ്ങളായിരുന്നു, പല റിക്വയർമെന്റ്സ്, പല പത്രോസിന് മുമ്പായിട്ട്, യാക്കോബിന് മുമ്പായിട്ട് എബ്രായ ലേഖനത്തിൻ്റെ 7 അധ്യായത്തിൻ്റെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, 15-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ 16-ാമത്തെ വാക്യത്തിൽ ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, ജഡസംബന്ധമായിട്ടുള്ള ഫിസിക്കൽ റിക്വയർമെന്റ്സ്, അതായത്
പുരുഷനായിരിക്കണം, ലേവ്യ പുരോഹിത വർഗത്തിൽ ജനിച്ച ആളായിരിക്കണം, പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ആ ഒരു പൗരോഹിത്യത്തിൽ എൻട്രി ചെയ്യുന്ന ആളായിരിക്കണം എന്നുള്ള ആ ഒരു ജഡപ്രകാരമുള്ള ശരീരപ്രകാരമുള്ള കൽപ്പനയുടെ പ്രമാണത്താലല്ല ഇന്ന് നമ്മളെങ്ങനെ നമ്മളുടെ പൗരോഹിത്യം നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മളെ ആ രാജകീയ പൗരോഹിത വർഗമായിട്ട് നമ്മൾ ജനിക്കുക ചെയ്യുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആത്മാവ് മൃതമായിരിക്കുന്ന നമ്മളുടെ ആത്മാവിലേക്ക് വരുമ്പം നമ്മളൊരു രാജകീയ രാജാവും പുരോഹിതനുമായിട്ടുള്ള ആ ഒരു ഗോത്രത്തിലേക്ക്, ആ ഒരു വംശത്തിലേക്ക്, വിശുദ്ധ വംശത്തിലേക്ക് നമ്മൾ പിറന്നു വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് യേശു മാത്രം എൻ്റെ കർത്താവ് രക്ഷിതാവൂ എന്ന് പറഞ്ഞ് കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കും, ഞാൻ ആ രാജാവിൻ്റെ പുരോഹിതൻ്റെ ആ വർഗത്തിലേക്ക്, വിശുദ്ധ വംശത്തിലേക്ക് ജനിച്ചു വീഴുമ്പം അവിടെ ഞാൻ എങ്ങനെ എൻ്റെ ആ പൗരോഹിത്യ ശുശ്രൂഷ, ആ ആത്മീക യാഗങ്ങൾ കഴിക്കുവാനുള്ള പുരോഹിതനായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ എബ്രായർ 7 നമ്മൾ വന്ന് തൊട്ട് മുമ്പേ നമ്മളിപ്പോൾ 1 പത്രോസിൽ ഇപ്പം വായിച്ചു തുടങ്ങിയല്ലോ. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9 നമ്മൾ വായിച്ച് അതിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, അതായത് ഒരു ദേവാലയം പണിയുവാണെങ്കിൽ പല ബ്രിക്സ്, പല ഇഷ്ടികകളൊക്കെ കൊണ്ടുവന്ന് പണിയുന്നത് പോലെ നമ്മൾ ജീവനുള്ള കല്ലുകളായിട്ട്, നമ്മൾ ജീവനില്ലാത്ത കല്ലുകളായിരുന്നു ഒരു നാളിൽ എന്ന വഴിയരികത്ത് ആർക്കും വേണ്ടാത്ത കല്ലായിട്ട് വഴിയോരത്ത് ഓരം കെട്ടി സൈഡ് ലൈനായിട്ട് ഇട്ട കല്ലായിരുന്നു. എന്നാൽ കർത്താവ് ജീവിക്കാന്ന് കൽപ്പിച്ചു. യെഹെസ്കേൽ 16-ാം അധ്യായത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. ചോരയിൽ വാർന്നു കിടക്കുന്ന ആ സമയത്ത് മൃതമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കാൻ ലിവ് എന്ന് കൽപ്പിച്ചു. കർത്താവ് ജീവൻ തന്നു. അപ്പം അങ്ങനെ ജീവനുള്ള കല്ലുകളായിട്ട് മാറി. അപ്പോൾ ഈ ജീവനുള്ള കല്ലുകൾ ദൈവം ഇങ്ങനെ ചെത്തി വെടുപ്പാക്കി ജീവനുള്ള കല്ലായ നിങ്ങൾ, അത് 5-ാമത്തെ വാക്യം, 1 പത്രോസ് 2-ന്റെ 5-ാമത്തെ വാക്യം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായിട്ട്, നമ്മളിവിടെ സഭയായിട്ട് ഒരു ആത്മീയ ഗൃഹമായിട്ട് പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അതായത് ഇവിടെ ആശാരിയും മേസ്ത്രിയും മെക്കാട് പണിയും എല്ലാം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടികളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ചുവരും കോണറും ഒക്കെ പിടിച്ച് അവരിങ്ങനെ വളരെ തേച്ച് മിനുക്കി അളവൊക്കെ നോക്കി വാട്ടർ ലെവലൊക്കെ നോക്കി ഈ ആശാരിമാരും മേസ്ത്രിമാരും ഒക്കെ പണിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അതുപോലെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ സഹോദരങ്ങളിലൂടെ ഈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള, അപ്പം ഈ നമ്മൾ പ്രീസ്റ്റ് ആവുമ്പോൾ, പുരോഹിതനാവുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറേ യാഗമൊക്കെ ആർക്കെങ്കിലും ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കുറേ യാഗമൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നു, വഴിപാട് പോകുന്നതുകൊണ്ടൊക്കെ എന്തൊക്കെയോ കുറച്ച്. അങ്ങനെ ആയിരുന്നു മലാഖിയുടെ സമയത്ത് പുരോഹിതന്മാർ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ കർത്താവ് വഴക്ക് പറഞ്ഞ് ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്നെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് യാഗം വേണം അല്ലേ, ദൈവം എന്നെ പിടിച്ചു, ദൈവനെ സർവസ്വം എന്നൊക്കെ നമുക്ക് പാടാം എന്ന് പറഞ്ഞ് ഒരു ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്നവർക്ക് ഒരു യാഗമല്ല, മറിച്ച് ഇത് എങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം. അത് 5-ാമത്തെ വാക്യത്തിൽ 1 പത്രോസ് 2-ന്റെ 5 ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രസാദമുള്ള യാഗം കഴിപ്പിച്ച ആരാ? യേശു കർത്താവ് തന്നെ യാഗമായിട്ട്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ തന്നെ വരുന്നു എന്ന് പറഞ്ഞ് എബ്രായർ 10:5 നമ്മളത് യേശുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ട് സങ്കീർത്തനം 34 കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. സങ്കീർത്തനം 40 കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഏറ്റവും പ്രസാദകരമായിട്ടുള്ളൊരു യാഗം ഈ ഭൂമിയിൽ കഴിച്ച കർത്താവ്. ആ കർത്താവ് മെൽക്കിസദേക്കിന്റെ, ലേവ്യരുടെ ക്രമപ്രകാരമുള്ളതല്ല, മറിച്ച് മെൽക്കിസദേക്കിന് അതിലും മേലത്തരം. ലേവ്യരുടെ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അതൊരു നിത്യമായ പൗരോഹിത്യമായിരുന്നില്ല, ഒരു സമയത്തേക്ക് ദൈവം വെച്ചിരുന്ന ഒരു പൗരോഹിത്യമായിരുന്നു. എന്നാൽ മെൽക്കിസദേക്കിനെ കുറിച്ച് അവിടെ ഉൽപ്പത്തി 14 ഉൽപ്പത്തി പുസ്തകത്തിലെ എല്ലാവരുടെയും വംശപാരമ്പര്യം പറയുന്നുണ്ട്. ആരുടെ ഒഴിച്ച്? ഈ മെൽക്കിസദേക്കിന്റെ ഒഴിച്ച്. അതാണ് നമ്മൾ എബ്രായർ 7-ാം അധ്യായത്തിൽ അവന് എവിടെ നിന്ന് വന്നെന്നോ, ശരിയാണ്, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഉൽപ്പത്തിയിൽ അത് മെൻഷൻ ചെയ്യാതെ, പരിശുദ്ധാത്മാവ് മോശയിലൂടെ അത് മെൻഷൻ ചെയ്യാതിരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് യേശുവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെടേണ്ടത്. അപ്പം അതായത് അപ്പനമ്മമാരുടെ കാര്യമോ വംശാവലിയോ ഒന്നും പറയാതെ, ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിൽ മൊത്തം വംശാവലിയേ ഉള്ളൂ. എന്നാൽ ഈ മെൽക്കിസദേക്കിനെ മനഃപൂർവ്വം പരിശുദ്ധാത്മാവ് മോശയിലൂടെ അത് എഴുതി വെക്കാതെ അങ്ങനെ യേശുവിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് ആ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു എന്നേക്ക് നിത്യമായിട്ടുള്ള ഒരു പുരോഹിതനായിട്ട് മാറിയിരിക്കുന്നത്. നമ്മളിവിടെ 1 പത്രോസ് ഇവിടെ 2-ാം അധ്യായത്തിൽ വിരലുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ എബ്രായർ 5-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എബ്രായർ 5:6 യേശുവിനെ കുറിച്ച് പറയുക. എന്താ പറയുന്നത്? അങ്ങനെ മറ്റൊരിടത്തും എന്ന് പറഞ്ഞാൽ
ശരിക്കും അത് സങ്കീർത്തനം 110:4 അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. അതേ വാക്യം തന്നെ വീണ്ടും വീണ്ടും 6:20 മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി എന്ന് 6:20 വായിക്കുന്നു. 7:17 വായിക്കുന്നു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം 7:17 എബ്രായർ 7:17 മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി തീർന്നുവല്ലോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ലേവ്യരുടെ പൗരോഹിത്യം ഒരു താൽക്കാലത്തേക്കുള്ളൊരു ദൈവത്തിൻ്റെ ഒരു പാച്ചപ്പ് വർക്കായിരുന്നു. ഒരു സമയത്തേക്ക് ദൈവം ശരിയാണ് ലേവ്യരെ ഒരു നിലപാടെടുത്തു. നമ്മളത് പുറപ്പാട് 32:26 നമ്മൾ കണ്ടു. അന്ന് അവർ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ അവര് മോശയ്ക്ക് അടുക്കിലേക്ക് വന്നു. അവർ ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തു. അവരെ ദൈവം മാനിച്ചു. എന്നാൽ അതിലും മേലെയുള്ള ആ ലേവ്യരുടെ പൗരോഹിത്യത്തെക്കാട്ടിലും മേലെയുള്ള ഒരു പൗരോഹിത്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്, മഹാപുരോഹിതനാണ് ആര്? യേശു ക്രിസ്തു. അപ്പം നമ്മൾ ആ മഹാപുരോഹിതന്റെ കീഴെയുള്ള ആരൊക്കെയാ? ചോട്ടാച്ചോട്ടി പുരോഹിതന്മാരുമാണ് ഈ ഞാനും നിങ്ങളും. നമുക്ക് പ്രത്യേകം വേഷത്തിന് ആവശ്യമൊന്നുമില്ല. ഇന്ന് പാരമ്പര്യ സഭകളിൽ നിർഭാഗ്യവശാലും നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി ഫാൻസി ഡ്രസ്സ് മാതിരിയുള്ള പല വേഷങ്ങളും കിരീടവും ചെങ്കോലും ഏതാണ്ടൊക്കെ കുറേയൊക്കെ ചെയ്തുകൊണ്ട് പാവങ്ങൾ അവര് പഴയ നിയമത്തിന്റെ കാര്യങ്ങളാണ് അവർ പ്രമാണിക്കുന്നത്. അവർക്കത് അറിയായതുകൊണ്ട് അവരോട് ദൈവമേ ക്ഷമിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അവർ ക്ഷമിച്ച് അവർ മാനസാന്തരത്തിലേക്ക് വരണമെന്ന് നമുക്ക് പറയാനുള്ളത്. എന്നാൽ നമുക്കിവിടെ അങ്ങനെ കിരീടമോ പപ്പടത്തൊപ്പിയോ അല്ലെങ്കിൽ എന്തോ അംശവടിയോ പിന്നെന്തോ വേറെ കുറേ ഫാൻസി ഡ്രസ്സ് മാതിരിയുള്ള കുറേ കളർഫുൾ ആയിട്ടുള്ള ഗ്ലിറ്ററിങ് ആയിട്ടുള്ള കുറേ വേഷങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ അത് അഴിയാത്തൊരു ജീവന്റെ പ്രമാണം. അത് നമ്മളിപ്പം വായിച്ച് നിർത്തിയത് എബ്രായർ 6 16 മലയാളത്തിൽ 15 ഇംഗ്ലീഷിൽ 16 നമ്മൾ വായിച്ചു തുടങ്ങി. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്തിലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലുള്ളവായ വേറെ ഒരു പുരോഹിതൻ മെൽക്കിസദേക്കിന് സദൃശനായിരിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. അഴിഞ്ഞു പോകാത്ത ജീവൻ ആ ഒരു പുരോഹിതന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഴിഞ്ഞു പോകാത്തൊരു ജീവൻ. എത്രമാത്രം അഴിഞ്ഞു പോകാത്തൊരു ജീവനുണ്ടോ അത്ര അധികമുള്ളൊരു കർത്താവിന് പ്രസാദമുള്ള ഒരു യാഗം കഴിപ്പാനാണ് നമുക്ക് സാധിക്കുന്നത്. അത് അഴിഞ്ഞു പോകാത്ത ജീവന്റെ പ്രമാണം, അത് പ്രകാരമാണ് നമ്മൾ പുരോഹിതനായി തീർന്നത്. നമുക്ക് ആ ജീവന്റെ ഒരു തുടക്കം നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായി. എന്നാൽ കർത്താവ് പറഞ്ഞു, ആ ജീവനം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കരുത്, ഞാൻ ജീവനുണ്ടാകുവാനും, യോഹന്നാൻ 10:10 എന്താ വായിക്കുന്നത്? ഞാൻ ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകാനും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഴിഞ്ഞു പോകാത്ത ജീവൻ എന്ന് പറഞ്ഞാൽ ആരുടെ ജീവനാ? യേശു കർത്താവിൻ്റെ ജീവനാ. ആദ്യവും അന്തവും ഇല്ലാത്ത നിത്യമായിട്ടുള്ള കർത്താവിൻ്റെ ആ സ്വഭാവം, അത് പരിശുദ്ധാത്മാവിലൂടെ ആ ജീവന്റെ ഒരു കണിക നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടി. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ പുരോഹിതനായിട്ട് ഞാൻ ഒരു യോഗ്യതയോടെ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റവും പ്രസാദമുള്ള യാഗം, അതാണ് നമ്മൾ 1 പത്രോസ് 2:5 വരുമ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഏറ്റവും പ്രസാദമുള്ള യാഗം കഴിച്ചു തരാന്ന് ചോദിച്ചാൽ ഈ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായിട്ട് വന്ന യേശു ക്രിസ്തു, പിതാവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും പ്രസാദമുള്ള യാഗമായിട്ട് നമ്മൾ യോഹന്നാൻ 15 ചിന്തിച്ചപ്പോൾ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ട് ഫലം നിറഞ്ഞ കായികനികൾ നിറഞ്ഞ ഒരു ജീവിതമായിട്ട് യേശുവിൻ്റെ ജീവിതം, കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ഇവൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് മത്തായി 3:17 നമ്മൾ വായിക്കുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ തുടങ്ങി ഒരു മിഡിൽ ഓഫ് ഹിസ് മിനിസ്ട്രി, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും മത്തായി 17 മറുരൂപമലയിൽ വീണ്ടും ഒരു അറ്റസ്റ്റിംഗ് സീല് വന്നു. എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ പറയുന്നത് കേട്ടോണം, അത് ഇവന് ചെവി കൊടുക്കുക എന്ന് നമ്മളവിടെ മത്തായി 17 വായിക്കുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷ അവസാനിക്കാറാവുന്ന സമയത്ത് യോഹന്നാൻ 12 ആ വാക്യം നമ്മൾ ഈ അടുത്തൊക്കെ പറഞ്ഞുണ്ടല്ലോ. യോഹന്നാൻ 12:28 എന്താ പറയുന്നത്? പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് എത്ര പ്രാവശ്യം ശബ്ദം ഉണ്ടായി? കർത്താവിൻ്റെ ശുശ്രൂഷയിൽ 3 തവണയെങ്കിലും നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ മത്തായി 3 വായിക്കുന്നു. പിന്നെ മത്തായി 17 മറുരൂപമലയിൽ. ഇവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ അവസാനിക്കാറാകുന്ന സമയത്തും ഒരു അറ്റസ്റ്റിംഗ് സീൽ, ഒരു essay 3 പേജിൽ എഴുതുമ്പോൾ 3 പേജിൽ ടീച്ചർ സൈൻ ചെയ്തൊരു എന്തെങ്കിലും ഒരു ചുവന്ന വിഷയമുണ്ട്, ഒരു സൈൻ ടിക്ക് മാർക്ക് ഇടുന്നത് പോലെ 3 പേജിൽ ഒരു അറ്റസ്റ്റിംഗ് സീൽ, അറ്റസ്റ്റിംഗ് ഓഫീസറെ കൊണ്ട് ചെന്ന് നമ്മൾ അറ്റസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ 3 പേജിലും അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള നമ്മൾ ആ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഈ മഹാപുരോഹിതനായ യേശുവിനെ ഇന്ന് പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തന്നു എങ്കിൽ നമ്മളുടെ ഹൃദയം വളരെ വളരെ അതിനാൽ പിടിക്കപ്പെടും. കർത്താവെ, ഇത്ര വലിയൊരു പദവിയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു. കർത്താവെ, അടിയാനും, കർത്താവെ, ഈ പദവികളെയൊക്കെ തിരിച്ചറിയാനും അടിയാനും
അപ്പനെ ബുദ്ധിയെ തെളിക്കണമേ, അടിയാനും തിരിച്ചറിയുവാൻ നിന്റെ മക്കൾക്ക് കർത്താവെ ഉള്ള സ്വർഗീയമായിട്ടുള്ള പദവികൾ എത്ര വലിയൊരു കർത്താവെ, ഏതൊരു IAS സെലക്ഷനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രപതിയുടെ പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ കിട്ടുന്നതിൻ്റെ പദവിനെക്കാട്ടിലും ഒക്കെ വലുതായിട്ടെന്ന് ഞാനത് വെറുതെ പറയുന്നതല്ല, ഞാനത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡൽ, പ്രസിഡന്റ് ഗോൾഡ് മെഡലിന് എന്നെ സെലക്ട് ചെയ്താലോ, അല്ലെങ്കിൽ നോബൽ പ്രൈസ് നാളെ നമുക്ക് സെലക്ട് ചെയ്തിരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഒരു ഓണററി ഡോക്ടറേറ്റ്, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള പുരസ്കാരം പെട്ടെന്ന് കിട്ടുന്നിരിക്കട്ടെ. എന്നാൽ അതിനെക്കാട്ടിലും വലിയ പുരസ്കാരം എനിക്ക് ഓൾറെഡി എവിടെ കിട്ടിയിരിക്കുന്നത്? കർത്താവിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു ബോധ്യമുണ്ട്. എന്നെ രാജകീയ പുരോഹിത വർഗമായിട്ട്, എന്നെ രാജാവും പുരോഹിതന്മാരുമായിട്ടെന്ന് നമ്മൾ ഇവിടെ മാത്രമല്ല വായിക്കുന്നത്. നമ്മൾ ഇവിടെ 1 പത്രോസിലൊരു വിരൽ വെച്ചുകൊണ്ട് വെളിപാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ 6-ാമത്തെ വാക്യത്തിൽ വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ രക്തത്താൽ വിടുവിച്ച് തന്നെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും അവിടെ ഗ്രീക്കിൽ ബാസിലൂസ് എന്നുള്ള പദമാണ്. ബാസിലൂസ് എന്നുള്ള പദത്തിന് അർത്ഥം രാജാവ് എന്നാണ്. അപ്പോൾ രാജാവും രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായതിനെ കർത്താവ് നമ്മളെ എന്താക്കി തീർത്തു? രാജാക്കന്മാരാക്കി തീർത്തു, പുരോഹിതന്മാരാക്കി തീർത്തു. ആയവന് എന്നേക്കും മഹത്വവും ബലവും ആമീൻ. അത് കഴിഞ്ഞിട്ടും തീർന്നില്ല. ഇതേ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം 1:6 വാക്യം, 1:5-6 മലയാളം, ഇംഗ്ലീഷിൽ 5-ാമത്തെ വാക്യം, മലയാളത്തിൽ 6-ാമത്തെ വാക്യം. പിന്നെ വെളിപാട് 5-ാം അധ്യായത്തിൻ്റെ 5:10 ഓർക്കാൻ എളുപ്പം. 5:10 എന്താ വായിക്കുന്നത്? ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് യു ഹാവ് മെയ്ഡ് ദം ടു ബി എ കിങ്ഡം എന്ന, അവിടെയും ബാസിലൂസ് എന്നുള്ള അതേ പദം തന്നെ, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. നമ്മൾ ഈ രാജാക്കന്മാരും പുരോഹിതന്മാരും എങ്ങനെയാ ഭൂമിയിൽ എങ്ങനെയാ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുവാണോ? ഇല്ല, അവർ രാജാക്കന്മാരെ പോലെ വാഴുകയാണ്. അവർ ജഡത്തിന് മേലെ വാഴുന്നു, ഈ ലോക വ്യവസ്ഥയ്ക്ക് മേലെ വാഴുന്നു, പിശാചിന് മേലെ വാഴുന്നു. അങ്ങനെ പാപത്തിൻ്റെ മേലെ, ലോകം ജഡം പിശാച്, അതിന് മേലെ വാഴുമ്പോൾ അവർ പാപത്തിന് മേലെ വാണ്. അവര് ആദാമിനോട് ദൈവം എന്താ പറയുന്നത്? നീ വാഴുക, യു റൂൾ ഓവർ ദം എന്നാണ് നമ്മൾ ഉൽപ്പത്തി 1-ന്റെ അവസാനം വായിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് ആദാമിനത് പറ്റിയില്ല. ആദാമ് വീണ്ടും നടുവൊടിഞ്ഞു പോയി. അതുപോലെയുള്ള ഒരു വലിയൊരു വീഴ്ചയിലേക്ക് വല്യപ്പനും വല്യമ്മച്ചും കൂടെ വീണു, ആദാമും അമ്മച്ചും കൂടെ വീണായാലും നമുക്കറിയാം. എന്നാൽ കർത്താവ് ആദാമിൻ്റെ സെക്കൻഡ് ആദമായിട്ട് വന്ന് കർത്താവ് ജയിച്ചു. അവിടുന്ന് നമ്മൾ 1 പത്രോസ് 2:5 വായിക്കുമ്പം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ, ഭൗതിക യാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കോലാടിനെയും പ്രാവിനെയും ഒക്കെ ആയിരുന്നു, ഭൗതിക യാഗങ്ങളായിരുന്നു എവിടെ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഫിസിക്കൽ ഓഫറിങ് ഭൗതിക യാഗങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ ആത്മീക യാഗം കഴിക്കുവാനായിട്ട് നമ്മെ തന്നെയും ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. നമ്മൾ പറയുന്ന സ്തുതികളൊക്കെ ഒരു യാഗമായിട്ട് നമ്മൾ എബ്രായർ 13:15 സ്തോത്രം എന്ന യാഗം എന്ന അധരഫലത്തെക്കുറിച്ചൊക്കെ എബ്രായർ 13:15 വാക്യമൊക്കെ നമുക്കറിയാം. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളതിന് തകർന്നു നുറുക്കിയിരിക്കുന്ന ഒരു ഹൃദയമായിട്ട്, എന്ന് വെച്ചാൽ ജഡം ഏറ്റവും നുറുക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മൾ മുമ്പാകെ ആയിരിക്കുമ്പോൾ അത് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള യാഗം, അത് ദൈവം നിരസിച്ച് കളയുകയില്ല എന്നൊക്കെ സങ്കീർത്തനം 51:17 നമുക്കറിയാം. അങ്ങനെ നമ്മളൊരു തകർച്ചയോടെ നുറുക്കത്തോടെ ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് ഒരു സ്തോത്രയാഗം അർപ്പിച്ച് നമ്മൾ ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ കൂട്ടസഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ആത്മീയയാഗമായിട്ട് ഈ പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ മധ്യസ്ഥത അണയ്ക്കുന്നതാണ് ഈ പുരോഹിതന്റെ ജോലി. അപ്പം ദൈവമുമ്പാകെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കിടയിൽ നിന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഒരു ആത്മീയ യാഗമായിട്ട് അതായിത്തീരണം. ഞാൻ ആ മലാഖി പുസ്തകത്തിലെ ആ വാക്യങ്ങളിലേക്ക് നമ്മൾ സൗരങ്ങളിൽ നിന്നെല്ലാം ചിന്തിച്ചു. നമുക്കറിയാം അവിടെ ആ ഭയഭക്തിയോടായിരിക്കുന്നൊരു കാര്യം, ഏറ്റവും അധികം ഭയഭക്തിയോടെ ഈ ഭൂമിയിൽ ഏറ്റവും പിതാവിനെ റെവറൻഷ്യൽ ഫിയറോടുകൂടി ഏറ്റവും ഭയഭക്തിയോടെ ശുശ്രൂഷിച്ചത് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ യേശു കർത്താവ്. അതാ നമ്മൾ ഈ ഭയഭക്തിയെക്കുറിച്ച് വായിക്കുമ്പോൾ ഭയഭക്തിയുടെ ആത്മാവ് പരിശുദ്ധ, നമുക്ക് എങ്ങനെ ഈ ഭയഭക്തി, ഈ ദൈവത്തെ ഭയഭക്തി, ഇനിയും മുതൽ എനിക്ക് ദൈവത്തെ അങ്ങ് ഭയഭക്തി ആവണം എന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ പറ്റൂ? ഇല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഭയഭക്തി നമ്മുടെ ഹൃദയത്തിൽ പകരണം. അതാ നമ്മൾ യെശയ്യാവ് 11-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള ഒരു പ്രവചനം ആവേണ്ടതാണത്. അവിടെ വായിക്കുമ്പം അതിൻ്റെ ആ 2-3 വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. യെശയ്യാവ് 11-ന്റെ 2-ാമത്തെ വാക്യം, അവൻ്റെ മേൽ
യഹോവയുടെ ആത്മാവ് ആവസിക്കും. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ 7 മടങ്ങ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ 7-fold ഹോളി സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ആ 7 ഗുണഗണങ്ങളാണ് പറയുന്നത്. അതിൻ്റെ അവസാനത്തെ ഗുണഗണമായിട്ട് ഭക്തിയുടെ, യഹോവ ഭയത്തിൻ്റെ അല്ലെങ്കിൽ യഹോവ ഭക്തിയുടെ ആത്മാവ് എന്ന് വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, യെശയ്യാവ് 11:2. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. യഥാർത്ഥത്തിൽ കർത്താവിനെ ഒരു ഭയഭക്തിയോടെ, നമ്മൾ സാഗ്ബർ പറയുന്ന പോലെ, സാഗ്ബറിൻ്റെ ഭാഷയിൽ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ദൈവഭയം എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഹർട്ട് ചെയ്യുമോ, ദൈവം എന്നെ വേദനിപ്പിക്കുമോ, ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയമല്ല, മറിച്ച് ഞാൻ ദൈവത്തെ ഹർട്ട് ചെയ്യുമോ, ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുമോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തെ എൻ്റെ ചിന്തകളിലോ എൻ്റെ വാക്കുകളിലോ ഒക്കെ എൻ്റെ പ്രവൃത്തികളിലോ ഒക്കെ വന്നു പോകുന്ന ചില കാര്യങ്ങളുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിനെ, ഞാൻ എൻ്റെ മണവാളിനെ, എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പുതിയ ഉടമ്പടിയുടെ ദൈവഭയം. ആ ദൈവഭയം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന പരിശുദ്ധാത്മാവ് ഈ പരിജ്ഞാനവും ജ്ഞാനവും വിവേകവും ആലോചനയും ബലവും ഒക്കെ നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയ്ക്കുമ്പോൾ അതോടൊപ്പം നിറയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ യഹോവ ഭക്തി, ഫിയർ ഓഫ് ദ ലോർഡ്. ആ ഒരു പിതാവിന് മുമ്പാകെ, ഒരു ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുന്നതൊക്കെ യെശയ്യാവ് 66:2 വായിക്കുമ്പോൾ ദൈവവചനത്തോടുള്ളൊരു ബഹുമാനം, ദൈവവചനത്തോടുള്ളൊരു ഭയഭക്തി, ദൈവമേ എന്നെ കർത്താവ് വീണ്ടെടുത്ത് അവിടുത്തെ വചനമാണല്ലോ ഇത് എന്നുള്ള ആ ഒരു വചനത്തോടുള്ളൊരു ഭയഭക്തി, ആദരവ്, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു ഈ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഈ മഹാപുരോഹിതൻ എങ്ങനെ ഭയഭക്തിയോടെ, നമ്മൾ മലാഖി 2:5 നമ്മൾ കണ്ടു, അവര് പുരോഹിതന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച കാര്യം ഒരു ഭയഭക്തിയോടെ ദൈവനാമത്തിൽ വിറയ്ക്കുന്നവരായിരിക്കണം എന്നുള്ളൊരു കാര്യം. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം വന്ന ഈ മഹാപുരോഹിതനായ യേശു കർത്താവ് ഈ യഹോവ ഭക്തിയിൽ അവൻ്റെ പ്രമോദമായിരിക്കും. അതാ നമ്മൾ യെശയ്യാവ് 11:3 അവൻ്റെ പ്രമോദം, ഹിസ് ഡിലൈറ്റ്, ഹി വിൽ ഡിലൈറ്റ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. യഥാർത്ഥത്തിൽ പിതാവിനെ ഭയഭക്തിപൂർവ്വം ബഹുമാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ യേശു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പം ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ സഹോദരന് ഒരു ചായ ഇട്ട് കൊടുക്കണം, വേറെ എന്ത് വേണം, ചായ വേണോ, ഇങ്ങനെ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് എടുക്കട്ടെ, ഇപ്പോൾ ഒരു ചായ എടുക്കട്ടെ, ഇപ്പോൾ ഒരു കട്ടൻ കാപ്പി എടുക്കട്ടെ, നമുക്ക് ആ സഹോദരനെ ബഹുമാനിക്കുന്നതിന് നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു, കർത്താവേ അവിടുന്ന് കർത്താവെ അവിടുത്തെ ദാസനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു സഹോദരനെ നമുക്ക് വി ഡിലൈറ്റ് ഇൻ റെവറൻസിങ് റെസ്പെക്റ്റിംഗ് ദാറ്റ് ബ്രദർ എന്ന് പറയുന്നത് പോലെ യേശു പിതാവിനെ അങ്ങ് ബഹുമാനിക്കുന്നതിൽ, ഭയഭക്തി ബഹുമാനം കൊണ്ട് പിതാവിനെ എങ്ങനെയെങ്കിലും കൂടുതൽ ഭയഭക്തിയോടെ ആയിരിക്കുന്നതിൽ യേശുവിൻ്റെ സന്തോഷം അതിലായിരുന്നു. ഹിസ് ഡിലൈറ്റ്, അവൻ്റെ പ്രമോദം, അയ്യോ എങ്ങനെയെങ്കിലുമൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ ബഹുമാനിക്കണമല്ലോ എന്ന് വിചാരിച്ചൊരു അതല്ല, മറിച്ച് അതിലൊരു സന്തോഷമായിരുന്നു. ഹിസ് ഡിലൈറ്റ്, അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അതുകൊണ്ട് ആ യഹോവ ഭക്തി പ്രമോദമായിരിക്കുന്നതിൻ്റെ ലക്ഷണം കൂടെ പറഞ്ഞിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, തോന്നിയതുപോലെ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയില്ല. എന്ന് വെച്ചാൽ മാനുഷികമായിട്ട് അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അത് കണ്ടു, ഇത് കണ്ടു, അങ്ങനെയുള്ളൊരു വിധിയല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ളൊരു വിധിയോടെ. ആ മഹാപുരോഹിതൻ, നമ്മൾ പുരോഹിതന്മാരായിരിക്കുമ്പോൾ, കർത്താവ് മഹാപുരോഹിതനായിരുന്നപ്പോൾ കർത്താവ് അങ്ങനെ ചെയ്ത് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നമ്മളും ഈ ചോട്ടി പുരോഹിതന്മാരായിരിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവരെ ജഡപ്രകാരം ആരെയും വിധിക്കരുത്, എന്നാൽ നീതിയോടെ വിധിക്കുമെന്നാണ് കർത്താവ് എവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 7:24 നമ്മളത് വായിക്കുന്നുണ്ട്. നീതിയോടെ വിധിക്കുവിൻ, ജഡപ്രകാരം ആരെയും വിധിക്കരുത്. നമ്മൾ ജഡപ്രകാരം എന്തെങ്കിലും പറഞ്ഞോ കേട്ടോ അതിൻ്റെ ബേസിൽ, മറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ ഒരു ഫ്രീഡത്തിനനുസരിച്ച്, നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ആത്മാവ് തരുന്ന ഒരു ഫ്രീഡത്തിനനുസരിച്ച് അങ്ങനെ ഭയഭക്തിയോടെ ബഹുമാനിക്കാനും നമ്മൾ ആ മലാഖി 2 വാക്ക് വായിച്ച് ഞാനങ്ങ് നിർത്താം. അങ്ങനെ എന്തൊക്കെയാണ് വായിക്കുന്നത്? മലാഖി 2:5 നമ്മൾ വായിച്ചു, എന്താ? അവനോടുള്ള എൻ്റെ നിയമം ജീവനും സമാധാനമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന്, ആ ഒരു ഭയഭക്തിയോടെ ഭയപ്പെടേണ്ടതിന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട് എൻ്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം, ഇപ്പോഴും ആ ഒരു സത്യോപദേശം, പഥ്യോപദേശത്തെക്കുറിച്ചൊക്കെ പൗലോസ് തിമോഥെയോസിനോടൊക്കെ എസ്പെഷ്യലി എഴുതുമ്പോൾ പഥ്യോപദേശം, ഇന്ന് ഒത്തിരി തെറ്റായ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എതിരായിട്ട് അവർക്ക് തോന്നുമോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊക്കെ ഇന്ന് സോപ്പൊക്കെ കലർത്തി കുറച്ചൊന്നും മയത്തിൽ, അങ്ങനെയല്ല. സത്യോപദേശം, സത്യമായിട്ട് സ്നേഹത്തിൽ നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു. നീതികേട്, കള്ളത്തരവോ വഞ്ചനയോ അഭിനയോ ഒന്നും, നീതികേടൊന്നും അവൻ്റെ അധരങ്ങളിൽ കണ്ടതില്ല. സമാധാനമായി, പരമാർത്ഥമായ സമാധാനത്തോടുകൂടി, സമാധാനം നിങ്ങളിൽ വാഴട്ടെ, റെഫറി ആയിട്ടിരിക്കട്ടെ എന്നൊക്കെയാണ് കൊളോസ്യർ 3:15 നമുക്കറിയാം. ആ സമാധാനത്തോടെ, പരമാർത്ഥതയോടെ
ആ ഒരു അപ്രൈറ്റ്നെസ്സോടുകൂടി ആ ഒരു നേരോടെ അവൻ എന്നോടുകൂടെ നടന്ന്, കർത്താവിൻ്റെ കൂടെ സമാധാനത്തോടെ പരമാർത്ഥതയോടെ നടന്ന്, അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാനേ ഒക്കത്തുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ എന്ത് പറ്റും? പലരെയും അകൃത്യത്തിൽ നിന്ന് നമുക്ക് തിരിക്കാൻ പറ്റും. പലരും പാപത്തിലൊക്കെ ആയിരിക്കുന്നവരെ, തെറ്റിലൊക്കെ ആയിരിക്കുന്നവരെ ചില നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് തന്നെ, നമ്മുടെ ഭാര്യയോട്, മക്കളോട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടൊക്കെ പല കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ വേറെ അങ്ങനെ അത് ശരിയാണോ, ഇങ്ങനെയല്ലേ വേണ്ടേ, ചില കാര്യങ്ങൾ ചിലർ പാപത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ മീറ്റിംഗൊന്നും വരാതെ, അല്ലെങ്കിൽ അങ്ങനെ വേറെ പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആയിരിക്കുമ്പോൾ അവിടെ മറ്റുള്ളവരെ അനേകരെ നമ്മൾ കർത്താവിലേക്ക് അവരെ തിരിക്കണം. പലരെയും അകൃത്യം വിട്ട് തിരിയുവാൻ ഇടയാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ, മെസ്സഞ്ചർ ആയതുകൊണ്ട് അവരെ അധരങ്ങളുടെ പരിജ്ഞാനം സൂക്ഷിച്ച് വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും. ഈ വചനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇന്ന സഹോദരനോട് എന്ന് ചോദിച്ചാൽ അറിയാമെന്ന് പറയത്തക്കവണ്ണം നമ്മൾ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് സഹായിക്കണം. യാക്കോബ് 5:20 പറയുന്നത് എന്താ? അനേകരെ പാപത്തിൽ നിന്ന് നമ്മൾ തിരിക്കുമ്പോൾ അവരുടെ പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയാണെന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. ഇതും കൂടെ വായിച്ച് ഞാനങ്ങ് ഇരുന്നോട്ടെ. യാക്കോബ് 5:20, യാക്കോബ് 5 അവസാനത്തെ വാക്യം പാപിയെ കഴിഞ്ഞ കോട്ടയം കോൺഫറൻസിന് സാക്ബറി വചനം റെഫർ ചെയ്തായിരുന്നു. പാപിയെ നേർവഴിക്കാക്കുന്നവൻ, യാക്കോബ് 5:20, പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. നമുക്ക് അനേകരുടെ പാപങ്ങളെ മറയ്ക്കുവാൻ തക്കവണ്ണം മറ്റനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും കർത്താവിലേക്ക് വന്നിട്ടുള്ളവരെ കർത്താവിൻ്റെ ഉപദേശത്തിൽ, കർത്താവിൻ്റെ വചനത്തിൽ ഉറപ്പിക്കുവാനും ഒക്കെ തക്കവണ്ണം മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള അഴിയാത്ത ജീവൻ്റെ പ്രമാണത്തിലുള്ള ആ ഒരു പുരോഹിതനായിട്ട് എത്രയധികം ആ അഴിയാത്ത ജീവൻ നമ്മളിലേക്ക് പ്രവഹിക്കുന്നു, അത്രയധികം നമ്മളൊരു എഫക്റ്റീവ് പ്രീസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആക്കാനും വേണ്ടി ഒക്കാനിക്കുന്നവണക്കുള്ള പ്രീസ്റ്റ് ആയിരിക്കും, പുരോഹിതനായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യമുള്ള പുരോഹിതയായിട്ട് ദൈവം നമ്മളെ ആക്കി തീർക്കേണ്ടതിന് ആത്മീയയാഗം, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ആത്മീയയാഗം കഴിക്കാൻ തക്കവണ്ണം നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക. യഹോഭക്തിയുടെ ആത്മാവാകുന്ന ആ പരിശുദ്ധാത്മ നമ്മളിൽ നിറച്ച് ദൈവത്തോടുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തിൽ പ്രമോദിക്കുന്നവരായിട്ട് യേശുവിൻ്റെ ആ കാഴ്ചപ്പാടുകൾ നമുക്ക് പിന്തുടരാം. ആ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതന്റെ കാഴ്ചപ്പാട് പിന്തുടർന്ന് കർത്താവ് മഹാപുരോഹിതനായിട്ട് കർത്താവ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ജീവനുള്ള വഴിയിലൂടെ പോയതുപോലെ നമുക്ക് ഈ ജീവന്റെ വഴി നടന്നുകൊണ്ട് ഈ പൗരോഹിത ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ. നമ്മൾ ഒരുപാട് വചനങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടാതെ പോകരുത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം ഈ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വചനങ്ങൾ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് നമ്മളുടെ ഒരു പുതുക്കം പ്രാപിക്കുന്നതിനാണ് വേണ്ടിയിട്ട് നമുക്ക് ഈ കർത്തൃമേശ ശുശ്രൂഷ എപ്പോഴും നമ്മുടെ രക്ഷയെ പുതുക്കുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ആ രക്ഷയെ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില വചനമാണ് നമ്മളെ ഇന്ന് ദൈവാത്മാവ് നമുക്ക് നൽകിയെന്നുള്ളത് വിട്ടുപോകരുത്. അത് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ സവിശേഷതകൾ പറഞ്ഞു. അത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇന്ന് രാജകീയ പുരോഹിത വർഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് പഴയ നിയമ പുരോഹിതന്മാരുടെ സവിശേഷതകൾ അറിയണമെന്ന് പറഞ്ഞു. നമ്മളിന്ന് പുരോഹിതന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പുരോഹിതന്മാരുടെ കാര്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പം പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്കുള്ള വലിയ വസ്ത്രങ്ങളെക്കുറിച്ച് അല്ലാത്ത ഇന്നത്തെ പുരോഹിതന്മാരെന്നുള്ള രീതിയിൽ വേറെ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് നമ്മൾ പഴയ നിയമത്തിലെ മലാഖി പ്രവചനത്തിൽ കണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ വിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് മലാഖി പ്രവചനത്തിൽ നമ്മൾ കണ്ടത്. അത് വിട്ടുപോകരുത്. അവിടെ നമ്മൾ 6 കാര്യങ്ങൾ കണ്ടെങ്കിൽ 6 കാര്യത്തിനകത്ത് 2 കാര്യങ്ങളെങ്കിലും മുഖ്യമായിട്ട് ഓർത്താൽ മതി. എങ്കിൽ ബാക്കി 4 അതിനകത്ത് വന്നോളും. 2 കാര്യങ്ങൾ. എന്താ 2 കാര്യങ്ങൾ? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പേടിയല്ല, ബഹുമാനത്തോടെ ആദരവോടെയുള്ള ദൈവസന്നിധിയിലുള്ള സമർപ്പണം. അപ്പോൾ ഒന്നുകൂടെ പച്ചയായിട്ട് പറയുവാണെങ്കിൽ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഞാൻ കൊടുക്കും. അത് പറയാവോ? ഇന്ന് പാടിയ പാട്ട് സത്യസന്ധമായിട്ട് പാടാവോ? ജീവനും എൻ്റെ സർവസ്വവും നിന്റെ മുമ്പിൽ എങ്ങനെ അർപ്പിക്കുന്നു? യാഗമായിട്ട് അർപ്പിക്കുന്നു. എബ്രഹാം കൊടുത്ത പോലെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മുഖ്യമായത് കൊടുക്കാൻ
നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഈ പഴയ നിയമത്തിൽ ഇവരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം ഓർക്കുന്നു. നമ്മൾ ഈ ദശാംശം കൊടുക്കുന്ന കാര്യം പോലും ദശാംശത്തെക്കുറിച്ച് പറയുന്നത്, ദശാംശം കർത്താവിന് പൈസയ്ക്ക് വേണ്ടിയല്ല ദശാംശം വെച്ചതെന്ന്. ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ദൈവവചനം പറയുന്നത് അത് നിങ്ങളുടെ ഒരു ബഹുമാനത്തിൻ്റെ അടയാളമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ 14 നമ്മളിന്ന് ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കണം അത് ഇത് ദൈവത്തിൻ്റെ മുമ്പാണ് കൊടുക്കുന്നത്. ഞാനൊരു ചടങ്ങ് പോലെ കൊടുക്കുക എന്നുള്ള രീതിയിലല്ല ആ കൊടുക്കുന്നത്. ഇപ്പം ദശാംശം എന്നുള്ള ഇവിടെ പറയുന്നെങ്കിൽ നമ്മൾ എല്ലാ സമർപ്പണത്തെക്കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കണം. എന്താണ് ആവർത്തന പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ എല്ലാ വർഷവും നിന്റെ വയലിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ദശാംശം വേർതിരിച്ച് വെക്കണം എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയെ ബഹുമാനിക്കാൻ പഠിക്കേണ്ടതിന് എല്ലായ്പ്പോഴും ഭയപ്പെടുവാനും. അങ്ങനെയാണോ അതിനകത്ത്? നിന്റെ ദൈവമായ യഹോവയെ എൻ്റെ ട്രാൻസാക്ഷൻ ബഹുമാനിക്കുവാനെന്നാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണത്? 23 അല്ല, ദൈവഭയത്തോട് ചേർന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനിക്കുക, ആദരവോടുകൂടിയുള്ള ഭക്തിയെക്കുറിച്ച്. അപ്പം പൈസ ദശാംശം അന്ന് അവരോട് ദശാംശം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നത് പോലും ആ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് വേണ്ട. പക്ഷേ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നത് പഠിക്കാൻ, നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രമാണം വെച്ചിരിക്കുന്നു. ഇത് പ്രമാണം വെച്ചിരിക്കുന്നത് പോലും അതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഓർക്കണം, നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് നമ്മളോട് ദൈവത്തിൻ്റെ ഭക്തി. രണ്ടാമത് നമ്മൾ പറഞ്ഞ സത്യസന്ധത, ഹൃദയപരമാർത്ഥത എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം നമ്മുടെ കുറവുകളെ കണ്ടാൽ നിരാശപ്പെടാതെ ഏറ്റുപറയാനും മാനസാന്തരപ്പെടുവാനുമുള്ള അവസരമാണ് ഇന്ന്. ബാക്കി കാര്യങ്ങളെല്ലാം വചനപരിജ്ഞാനത്തിൻ്റെ ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരമുണ്ടെന്ന് ഓർക്കുക. നമുക്ക് ഈ ജീവിതം ഒറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിന് മുമ്പായുള്ള ഒരു ഭയഭക്തിയുടെ ജീവിതമാണ് എങ്കിൽ അത് സമർപ്പണത്തിൻ്റെ ജീവിതമാണെന്ന് ഓർക്കുക. ദൈവത്തിന് കൊടുത്തൊരു ജീവിതമാണെന്ന് ഓർക്കുക. ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. അതിനാണ് ആ കാര്യത്തെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസേനയിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അതിൻ്റെ കുറവിനെ കാണുന്നത് തന്നെ മാറ്റാനായിട്ട് ഏറ്റു പറഞ്ഞാൽ മതി. നമുക്ക് സത്യസന്ധയോടെ ദൈവസേനയിൽ ചെന്നാൽ മതി. കർത്താവേ, എൻ്റെ സമർപ്പണത്തിൻ്റെ കുറവ് ഞാൻ കാണുന്നു, എൻ്റെ ഹൃദയപരമാർത്ഥത ഇല്ലായ്മ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ മതി. അതിവിടെ അതിനെ മാറ്റി നമ്മളെ ഒന്നുകൂടെ നവീകരിക്കുവാനായിട്ട് ഈ ശുശ്രൂഷ ഇതിൽ ഓർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, രക്ഷാപദ്ധതി, കാൽവറിയിലെ ആ രക്തം നമ്മളെ ഇന്ന് നവീകരിക്കുവാനുള്ളതാണ്, നമ്മളെ ഇന്ന് പുതുക്കാനുള്ളതാണ്. ആ ഓർമ്മയിൽ നമുക്കിന്ന് പങ്കെടുക്കുക. അതെ, അല്ലാതെ ഒരു ചടങ്ങ് പോലെ നമ്മൾ ഇത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെന്താ ഈ മലാഖി പ്രവർത്തനം ആ ആളുകളുടെ കാര്യം എങ്ങനെയാണ്? അവരെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ചെയ്യുന്നതാണ് ഇങ്ങനെയായിരുന്നു. യാഗം കഴിക്കാൻ കൊണ്ടുവന്നതെല്ലാം ഏതായാലും ഭോജനയാഗം കഴിക്കണം. വീട്ടിൽ കുറച്ച് പഴയ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഭോജനയാഗമായിട്ട് കൊടുക്കാം. അങ്ങനെ അവിടെ പറയുന്നത്. എനിക്ക് തിന്നാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ അതാ ഇവിടെ കൊടുക്കാം. കളയണ്ടല്ലോ, എന്നാൽ പിന്നെ ദേവാലയത്തിൽ കൊടുത്തേക്കാം. കൊടുത്താൽ അവൻ എന്നെ വിചാരിക്കുന്നത് തൃപ്തി മനസ്സിൽ, ഞാൻ ഭോജനയാഗം കഴിച്ചു എന്നുള്ള തൃപ്തിയുമുണ്ട്. കൊടുത്തതെന്താ? വീട്ടിൽ പൂത്തിരുന്നതും പഴകിയതുമായിട്ടുള്ള സാധനമാണ് കൊണ്ട് കൊടുത്തത്. അവന് തിന്നാൻ പറ്റാത്തത് കൊണ്ട് കൊടുത്തു. ആട്ടിൻകൂട്ടത്തിൽ അസുഖം പിടിച്ചതും കാലൊടിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെ കൊണ്ട് പ്രയോജനമില്ല, എന്നാൽ പിന്നെ ആർക്ക് കൊടുക്കാം? ദൈവത്തിന് കൊടുക്കാമെന്ന്. അത്തരത്തിലുള്ള ഒരു ആരാധന നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഭക്തി, ദൈവഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്നാൽ കുറച്ച് ദൈവത്തിനോട് ഇരിക്കട്ടെ എന്നുള്ളതാണോ? പരിശോധിക്കാം സത്യസന്ധമായിട്ട്. ദൈവസന്നിധിയിലേക്ക് പറയാം. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പുതുക്കം പ്രാപിക്കാം, നവീകരിക്കപ്പെടാം. അതിന് ഇന്നും നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇന്നും വാതിലടഞ്ഞിട്ടില്ല, കർത്താവും മടങ്ങി വന്നിട്ടില്ല. നമുക്ക് മാനസാന്തരപ്പെടാൻ ഇന്ന് രക്ഷാ ദിവസമാണ്. ഇന്ന് രക്ഷയുടെ ദിവസമായി കാണാം. നമുക്കെല്ലാം എഴുന്നേറ്റ് അല്പസമയം പ്രാർത്ഥനയ്ക്ക് അടുത്ത്